തിരുവനന്തപുരം തമ്പാനൂരിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായുള്ള ആളുകൾക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മാരായമുട്ടം സ്വദേശി ജോയിയാണ് കാണാതായത്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രമേൽ എന്ന് പറഞ്ഞാൽ അത്രമേൽ വേസ്റ്റാണ്, മാലിന്യ കൂമ്പാരമാണ് അവിടെയുള്ളത്. അതിനിടയിലാണ് അദ്ദേഹം പെട്ടുപോയത്. ജോലി ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹം ഈ തോട്ടിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ടാകുന്നത്. അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒഴുകിപ്പോകാനുള്ള സാധ്യതയില്ല. ചെളിയിൽ പൂഴ്ന്നു പോയതായിരിക്കാം, ആഴ്ന്നു പോയതായിരിക്കാം എന്നുള്ള ഒരു നിഗമനമൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. സ്റ്റെഫിൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോൾ ഇത് എത്ര നേരമായി അദ്ദേഹം ഇങ്ങനെ മുങ്ങിപ്പോയിട്ട്? അക്ഷയ, ഏതാണ്ട് 1 മണിക്കൂറായിട്ട് പോയി രക്ഷാപ്രവർത്തനം ഇങ്ങനെ നടന്ന് വരികയാണ്. ഇപ്പോൾ ഏതായാലും ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം എത്തിയിട്ടുണ്ട്. സ്കൂബ ടീം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവർ ഇറങ്ങി സ്കൂബ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പെല്ലാം തന്നെ പൂർത്തിയാക്കി. ഏറ്റവും അധികം ദുഷ്കരമായി ഇവിടെ തുടരുന്നത് ഈ മാലിന്യം ഇങ്ങനെ കെട്ടി നിൽക്കുന്നതാണ് വലിയ തോതിലുള്ളൊരു പ്രതിസന്ധിയാവുന്നത്. കാരണം ഈ മുകൾ ഭാഗത്ത് നമുക്ക് കാണുന്നത് പോലെ തന്നെ മാലിന്യം വലിയ തോതിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം മാത്രമേ, കുറച്ച് മാലിന്യമൊക്കെ തന്നെ ഇങ്ങോട്ടേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്, ഇതിൻ്റെ പുറത്തേക്കൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. മാലിന്യം എടുത്തു മാറ്റിയാൽ മാത്രമേ ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തുമ്പോൾ വലിയ തോതിലുള്ളൊരു ഒഴുക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. സ്കൂബ ടീം അംഗങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഭാഗത്ത് തന്നെ, ഈ ഒരു 100 മീറ്റർ ഭാഗത്ത് തന്നെ ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഭാഗത്ത് തമ്പാനൂരിൻ്റെ റോഡിനോട് ചേർന്ന ഒരു വശത്ത് കൂടിയാണ് ഈ ആമയിഴഞ്ചാൻ തോട് പോകുന്നത്. അതിൻ്റെ ഒരു വശത്ത് ഒരു ഗ്രില്ലുണ്ട്. അതുപോലെ തന്നെ ഒരു 100 മീറ്റർ അപ്പുറത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ട്രെയിൻ കിടക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത് മറ്റൊരു ടണൽ കൂടിയുണ്ട്. അതും ഇത്തരത്തിൽ അടഞ്ഞ് നിൽക്കുന്നൊരു സ്ഥിതിയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ വലിയ തോതിൽ മാലിന്യം അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ആ മാലിന്യം എടുത്തു മാറ്റുന്നതാണ് ദുഷ്കരമായിട്ടുള്ളത്. ഒരാൾ പൊക്കമേ ഈ വെള്ളം ഒരാൾ പൊക്കത്തിൽ മാത്രമേ കെട്ടി നിൽക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ അടിയിലേക്കൊക്കെ പോയി രക്ഷാപ്രവർത്തനം നടത്തുന്നത് വലിയ ഒരു ദുഷ്കരമാണ്. കാരണം പുതഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ മാലിന്യം അടിഞ്ഞു കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം അംഗങ്ങൾക്ക് കൃത്യമായി തന്നെ ആ രക്ഷാപ്രവർത്തനം ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക്, ഈ ടണലിൻ്റെ അടിയിലേക്ക് കയറി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ഫയർഫോഴ്സിൻ്റെ അംഗങ്ങളെത്തി ഈ മാലിന്യം പുറത്തേക്ക് മാറ്റുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏതായാലും കുറച്ചെങ്കിലും വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി സ്കൂബ ടീം അംഗങ്ങൾ എത്തി ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് ഈ കാണാൻ കഴിയും. ഇത് റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് അടിയിലൂടെയാണ് ഈ ടണൽ പോകുന്നത്. ഈ ടണൽ ഈ രണ്ടാമത്തെ പാളം കഴിഞ്ഞ് മറ്റൊരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ നിൽക്കുന്ന ഇതിൻ്റെ ഇടയ്ക്കോ ഇദ്ദേഹം പുതഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ മഴ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ മാലിന്യം മാറ്റുന്നതിന് വേണ്ടി കൂടുതൽ സമയമെടുക്കും. അതാണ് ഏറെ ദുഷ്കരമായി ഇപ്പോൾ തുടരുന്നത്. അല്പം മുമ്പായിരുന്നു, ഏതാണ്ട് ഒരു 9:30-10 മണിയോട് കൂടിയൊക്കെ ആയിരുന്നു ഇവിടെ ഈ മാലിന്യം മാറ്റുന്നതിന് വേണ്ടി ജോയിയും മറ്റ് 2 അതിഥി തൊഴിലാളികളും എത്തിയത്. മാരായമുട്ടം സ്വദേശിയാണ് ജോയി. ഈ മാലിന്യം എടുത്തു മാറ്റി പണികൾ നടക്കുന്നതിനിടെ ഇദ്ദേഹം അടിയൊഴുക്കിൽ വഴുതി ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്നത്. പ്രത്യേകിച്ച് മറ്റ് 2 പേർ ഉണ്ടായിരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവർ വന്ന് ഈ കാര്യം അടിയൊഴുക്കിൽപ്പെടുന്നതും മുങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്നയാൾ ഇവർ മൂവരും ഒന്നിച്ചായിരുന്നു ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇദ്ദേഹം മുങ്ങിപ്പോയത്. പ്രത്യേകിച്ചും വലിയ തോതിലുള്ളൊരു അടിയൊഴുക്കുണ്ടായിരുന്നു. ആ അടിയൊഴുക്കിൽപ്പെട്ട് അദ്ദേഹം മുങ്ങിപ്പോവുകയായിരുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സ് ജീവനക്കാർ നമ്മോട് പറയുന്നത്. അതോടൊപ്പം മറ്റ് ആളുകളൊന്നും തന്നെ വലിയ തിരക്കോ അല്ലെങ്കിൽ മറ്റാളുകളൊന്നും തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനാണ് എങ്കിൽ പോലും ഈ സാധനങ്ങളൊക്കെ കൂട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ 2 ഭാഗങ്ങളിലും വേലിയുണ്ട്, മാലിന്യമൊക്കെ തന്നെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഇവർ മറ്റ് തൊഴിലാളികൾ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഉടൻ തന്നെ അവർ പുറത്ത് ഇറങ്ങി വന്ന് ഈ കാര്യം പറയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പുറത്ത് അറിയുന്നത്. അതിനുശേഷം
ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി, പോലീസ് എത്തി, രക്ഷാപ്രവർത്തനം ഉടൻ തന്നെ ആരംഭിച്ചു. പക്ഷേ അവർക്കും ഈ രക്ഷാപ്രവർത്തനത്തിനേറെ ദുഷ്കരമായി ഇപ്പോഴും തുടരുന്നത് ഈ മാലിന്യമാണ്. ആ മാലിന്യമൊക്കെ തന്നെ എടുത്ത് കരയിലേക്ക് മാറ്റണം. അതിനുശേഷം മാത്രമേ സ്കൂബ ടീമിനായാലും ഇതിൻ്റെ അകത്തേക്കൊക്കെ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഒരാൾ പൊക്കം മാത്രമേ ഈ വെള്ളത്തിനുള്ളൂ. ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരാൾ പൊക്കത്തിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷേ ചെളിയും മാലിന്യമൊക്കെ തന്നെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് ആണ് ഏറെ വെല്ലുവിളിയായി തുടരുന്നത്. ഇപ്പോൾ ഏതായാലും സ്കൂബ ടീം അംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇവിടെ പോലീസും ഫയർഫോഴ്സ് അംഗങ്ങളും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ വിവരമറിഞ്ഞ് ഒരുപാട് ആളുകളും ഇതിനോടകം തന്നെ ഈ കാണുന്ന പ്രദേശത്തൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴേതായാലും അല്പസമയത്തിനകം തന്നെ സ്കൂബ ടീം അംഗങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും, തോട്ടിലേക്ക് ഇറങ്ങും. രക്ഷാപ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും ഇപ്പോൾ പറയാൻ കഴിയുക. ഏറെ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനമാണ്. ഇപ്പോൾ ഈ മാലിന്യമൊക്കെ എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്നും തുടങ്ങാൻ പോവുകയാണ്. നമ്മളിൽ പലരും ഇതിൽ കാരണക്കാരാണെന്നുള്ളതാണ്. ഈ വേസ്റ്റ് വലിയ പ്രശ്നമാണ്, കാലങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. അതിങ്ങനെ ആമേഴ്ജൻ തോട്ടിൽ ഇങ്ങനെ ഉൾപ്പെടെ വലിച്ചെറിയുന്നു. അതിങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ് ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനത്തിലും വലിയ വെല്ലുവിളിയായി മാറുന്നത്. തീർച്ചയായിട്ടും അക്ഷയ, കാരണം ഇത് ഈ ഓരോ മഴക്കാലത്തും അല്ലെങ്കിൽ എപ്പോഴും ഇവിടുത്തെ ഒരു അവസ്ഥ വലിയ പ്രതിസന്ധിയാണ്. കാരണം ഈ മാലിന്യം എടുത്തു മാറ്റുന്നതിന് വേണ്ടി കൃത്യമായി ഇവിടുത്തെ ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഇത് ഒരു ആമയിഴഞ്ചാൻ തോടായിരുന്നു. തോട് പണ്ട് കാലത്ത് വെള്ളമൊഴുകി പോയിരുന്ന തോട്, നല്ല രീതിയിലുള്ള തോട്. പക്ഷേ ഇപ്പോൾ ഏതായാലും മാലിന്യം നിറഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ ആമയിഴഞ്ചാൻ തോട് ചെന്ന് ചേരുന്നത് പാർവതി പുത്തനാറിലേക്കും അതിനുശേഷം പാർവതി പുത്തനാർ കടലിലേക്കുമാണ് ചെന്ന് ചേരുന്നത്. ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം മാലിന്യത്താൽ മൂടപ്പെട്ട ഒരു സ്ഥിതിയാണുള്ളത്. നമ്മൾ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആമയിഴഞ്ചാൻ തോട്ടിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് പാർവതി പുത്തനാറിലേക്കും ഒക്കെ പോകുമ്പോൾ അവിടുത്തെ സ്ഥിതികളൊക്കെ തന്നെ കണ്ടതാണ്. ഇതുപോലെ തന്നെ മാലിന്യം അടിഞ്ഞുകൂടിയ ഒരു സ്ഥിതിയാണ്. അത് എത്ര എടുത്തു മാറ്റിയാലും പിന്നെയും പല കൈത്തോടുകൾ വഴി ആളുകൾ കൊണ്ടു തള്ളുന്ന മാലിന്യങ്ങൾ, കൈത്തോടുകൾ വഴി ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ, അതെല്ലാം ഇങ്ങനെ ആമയിഴഞ്ചാൻ തോട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് വലിയ തോതിലുള്ള ഒരു വെല്ലുവിളിയാണ്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രതിസന്ധിയാണ്. ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല. പലപ്പോഴും ഇത് ഈ പറയുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇതിന് മുമ്പൊക്കെ വരുമ്പോൾ തന്നെ ഈ വെള്ളം കാണാൻ കഴിയില്ല. അത്തരത്തോളം രീതിയിൽ മാലിന്യം ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് പലപ്പോഴും ഉള്ളത്. അതൊക്കെ തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ വലിയ തോതിൽ വെല്ലുവിളി ആകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത്രയധികം ചെറിയൊരു കൈത്തോടാണ്. ആ ഒരു തോട്ടിലേക്ക് ഇറങ്ങി ഒരാളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പത്തിൽ കഴിയുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും ഇത് കണ്ടെത്താൻ കഴിയാത്തതിൽ ഇപ്പോൾ വലിയ വെല്ലുവിളിയായി തുടരുന്നത് ഇങ്ങനെ മാലിന്യം ഇങ്ങനെ കെട്ടി നിൽക്കുന്നതാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ തന്നെ വലിയ തോതിൽ മാലിന്യമുണ്ട്. ഈ കാണുന്ന ഒരു കോൺക്രീറ്റ് ഒരു തുരങ്കമെന്ന് പറയാം. ഇത് കടന്നു പോകുന്നത് റെയിൽവേ സ്റ്റേഷന് അകത്തുകൂടിയാണ്. ആ ഒരു 100 മീറ്റർ കഴിയുമ്പോൾ വീണ്ടും ഒരു ഗ്രില്ലുണ്ട്. അവിടെയും ഇത്തരത്തിൽ മാലിന്യങ്ങളൊക്കെ തന്നെ അടിഞ്ഞു മൂടി നിൽക്കും. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഇതിനൊരു വലിയ ഒഴുക്കുള്ളതായൊന്നും തന്നെ അനുഭവപ്പെടില്ല. പക്ഷേ ശക്തമായ അടിയൊഴുക്ക് ഉണ്ട്. മാലിന്യം ഈ മുകളിലാണ് വന്ന് അടിഞ്ഞു മൂടി നിൽക്കുന്നത്. അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഖരമാലിന്യങ്ങളും അതോടൊപ്പം തന്നെ അതിഭീകരമായ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഈ മാലിന്യം പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഈ ഒരു ഭാഗത്ത് മാലിന്യങ്ങൾ ഇങ്ങനെ അടിച്ച് മൂടിയിട്ടേക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് യാത്രക്കാർ പോകുന്നത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ഈ ഒരു ജോലി അതീവ ദുഷ്കരമാക്കുന്നതും ഈ കാര്യങ്ങൾ തന്നെയാണ്, ഈ മാലിന്യമാണ്. അത് ഇപ്പോൾ ഏതായാലും സ്കൂബ ടീം ഈ ഇറങ്ങിയുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ആളുകളെയൊക്കെ തന്നെ പോലീസ് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. അവർക്ക് സുഗമമായി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പേരാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത്. 2 അല്ല 3 പേർ അവർ ഒരുങ്ങുകയാണ്, സജ്ജീകരണങ്ങളിലേക്ക് കടക്കുകയാണ്. അവരാണ് രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ജോയിയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്താൻ പോകുന്നത്. നമുക്ക് കാണാനാകുന്നുണ്ട് അത്രമേൽ കെട്ടിക്കിടക്കുന്ന മാലിന്യമാണുള്ളത്. ആ മാലിന്യത്തിനുള്ളിൽ, വെള്ളത്തിനുള്ളിൽ, ആ മാലിന്യത്തിനുള്ളിൽ ഒരു മനുഷ്യൻ ആഴ്ന്നു പോയാൽ, അതിനുള്ളിൽ പുതഞ്ഞു പോയാൽ
ശ്വാസം പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇപ്പോൾ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതായത് അതിനു മുൻപേ ആയിരിക്കണം അദ്ദേഹം അതിനുള്ളിൽ ആഴ്ന്നു പോയത്, അടിയൊഴുക്കിൽപ്പെട്ട് അദ്ദേഹം മുങ്ങിപ്പോയത്. അപ്പോൾ അത്രയും സമയമായി അദ്ദേഹം ആ വെള്ളത്തിനുള്ളിൽ തന്നെയാണുള്ളത്. ഒരുപക്ഷെ മാലിന്യത്തിനുള്ളിലാണെങ്കിൽ അതും വലിയ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. രക്ഷാപ്രവർത്തനം വളരെ ദുർഘടമായി തന്നെ തുടരുകയാണ്, ദുസ്സഹമായി തന്നെ തുടരുകയാണ് ഇപ്പോഴും.